പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആനപ്പുളിഞ്ചിക്ക, ചതുരപ്പുളിഞ്ചിക്ക, സ്റ്റാർ പുളി എന്നൊക്കെ പറയത്തില്ലേ, അത് വെച്ചിട്ടുള്ളൊരു അച്ചാറാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്കിത് എന്തായാലും കുറച്ച് പറിച്ചിട്ട് വരാം. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട്. കുറച്ച് മുകളിൽ നിൽക്കുവാണ്, കുറച്ച് നമ്മുടെ കയ്യെത്തുന്ന ഭാഗത്ത് നിൽപ്പുണ്ടേ. അപ്പോൾ ഇത് നമുക്ക് പറിച്ചെടുക്കാം. ഇതിന് നന്നായിട്ട് പഴുത്തതുണ്ടെങ്കിൽ അതും എടുക്കാം, പിന്നെ അതുമാതിരി നന്നായിട്ട് വിളഞ്ഞ് വരുന്നതുണ്ടെങ്കിൽ അതും എടുക്കാമേ. തീരെ പൊട്ട്, അതായത് തീരെ പിഞ്ചായിട്ടുള്ളത് എടുക്കരുത്. അങ്ങനെ ഒരുമാതിരിപ്പെട്ടതൊക്കെ നമ്മൾ കൈകൊണ്ട് പറിക്കാൻ പറ്റുന്നതൊക്കെ പറിച്ചെടുത്തു. പിന്നെ കുറച്ചൊക്കെ തോട്ടം കൊണ്ട് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അങ്ങനത്തെ ഇത് മൊത്തം നമ്മൾ കഴുകിയതിന് ശേഷം കുറച്ച് സമയം ആ നെറ്റിലിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നല്ല പഴുത്തതുണ്ട്, നല്ല മധുരമാണ് ഇതിന്. ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ച് കാണിച്ചിട്ട് തരാം. ഭയങ്കര പഴുത്തതാണ്. ഇത് വായിലിടുമ്പോൾ തന്നെ നല്ല വെണ്ണ പോലെ അലിഞ്ഞു പോകുവാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഉള്ളിൽ ചെറിയൊരു പുളി കാണും, ആ പുറം ഭാഗത്ത് നല്ല മധുരമുണ്ട്. ഇനി ഇതിൻ്റെ ചുവട് ഭാഗവും മോൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വട്ടത്തിൽ തന്നെ കട്ട് ചെയ്തിടാം, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം നെടുകെ മുറിച്ചതിന് ശേഷം അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ നാലായിട്ട് കീറിയതിന് ശേഷം അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വട്ടത്തിൽ, അതായത് സ്റ്റാറിൻ്റെ ഷേപ്പിൽ കിടക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്തിടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ പുരട്ടി നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് ഒരു ദിവസത്തേക്ക് അങ്ങ് വെച്ചേക്കണം. ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് ഒത്തിരിയും വെള്ളം ഇങ്ങനെ നല്ല ചാറായിട്ട് ഇറങ്ങി വരിക. കാരണം ആ ഉപ്പലിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പുളിഞ്ചിക്കയിലുള്ള വെള്ളവും എല്ലാം കൂടിയാണ്. ഇതിപ്പം അടുത്ത ദിവസം ഞാൻ എടുത്തതാണേ. ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് ഒരു വലിയ കടായി എടുക്കാം. അതിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് ഒരുമാതിരിയൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. അതിപ്പം ഏകദേശം ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ഒരു അച്ചാറിന് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒന്നും ചേർക്കാറില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും, അതുകൊണ്ടാണ്. ഇനി ഗ്യാസ് നന്നായിട്ട് സിമ്മിൽ വെച്ചതിന് ശേഷം ഒരു 4 വറ്റൽമുളക് മുറിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ ഈ ഒരു വറ്റൽമുളക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ അങ്ങ് മാറും, അതുകൊണ്ടാണ് ഈ ഒരു കടുകും ഉലുവയും വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം പിരിയൻ മുളക് എടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച കുത്തൽ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അതിന് ശേഷമാണ് നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ആ സ്റ്റാർ പുളി ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് തന്നെ അത്യാവശ്യം വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ തോന്നും, പക്ഷേ അത് കുഴപ്പമില്ല. കുറച്ച് സമയം നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഇങ്ങനെ വെള്ളം ഊറി തന്നെ വരും. ഇപ്പം നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടില്ല, ഓണാക്കി തന്നെ വെച്ചേക്കുവാണ്. ഇത് സാധാരണ പുളിഞ്ചിക്കയുണ്ടല്ലോ അതുപോലെ അല്ല, കുറച്ച് കട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്യാസ് ഇപ്പം ഓഫാക്കാതെ ഓണാക്കി തന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ആ ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അതിൽ ഓളുന്ന ഓപ്ഷനും കൂടി കൊടുത്താലേ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്